പ്രതിസന്ധികളുണ്ടാകാം, ബുദ്ധിമുട്ടുകളുണ്ടാകാം. പക്ഷെ കത്തോലിക്ക സഭ എന്നും നിലനിൽക്കും. ഒരു ശക്തിക്കും ഈ സഭയെ തകർക്കാനാവില്ല. കാരണം ഇത് ഈശോ സ്ഥാപിച്ച സഭയാണ്. ഞാനൊരു യുവാവായിട്ട് കോളേജിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിലും അതിനുശേഷവും യുവാക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തെക്കാൾ അടിയുറച്ച വിശ്വാസമുള്ള യുവജനങ്ങളെ ഞാൻ ഇന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ എൻ്റെ വ്യക്തിപരമായ കഴിവിൻ്റെ അടയാളമല്ല, മറിച്ച് കർത്താവിനോട് കാണിക്കുന്ന കാരുണ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തിൻ്റെ മിത്രമായിരിക്കുന്നവന് ദൈവത്തിൻ്റെ മിത്രമായിരിക്കാൻ സാധിക്കില്ല. ലളിത ജീവിതവും അടിയുറച്ച കാരുണ്യ പ്രവർത്തനങ്ങളും സർവോപരി ശക്തമായ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിലൂടെയും കേരളത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന ശംഷാബാദ് രൂപതയുടെ പുതിയ അധ്യക്ഷൻ മാർ പ്രിൻസ് ആന്റണി പാനേങ്ങാടൻ ആണ് ഇന്ന് നമ്മൾക്ക് അതിഥിയായി എത്തിയിട്ടുള്ളത്. അങ്ങേക്ക് സൺഡേ ഷാലോം ഓൺലൈൻ ന്യൂസിലേക്കും സ്വാഗതം. ആദിലാബാദ് രൂപതയിൽ സേവനം ചെയ്ത അങ്ങയുടെ ജീവിതത്തിലെ മറക്കാനാകാത്ത ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകുമല്ലോ, അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ആദിലാബാദ് രൂപതയിൽ ഞാൻ ജീവിച്ചത് 23 വർഷങ്ങളാണ്. ആദ്യത്തെ 6 വർഷം വൈദിക വിദ്യാർത്ഥിയായിട്ടും 8 വർഷം വൈദികനായും 9 വർഷം മെത്രാനായും ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്തു. ഈ കാലയളവിൽ അനേകം മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ചെറിയ കാര്യം മാത്രം ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വളരെ സന്തോഷപൂർവ്വം ചെയ്തിരുന്നൊരു ശുശ്രൂഷയാണ് ഭവന സന്ദർശനം. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഞാൻ ഭവന സന്ദർശനം നടത്തുകയായിരുന്നു. ഒരു പാവപ്പെട്ട ഭവനത്തിലേക്ക് ഞാൻ ചെന്നു. ഒരു കുടില് പോലെയുള്ള ഒരു വീടായിരുന്നു അത്. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ ആ വീട്ടിലെ ചേച്ചി പറഞ്ഞു, ബിഷപ്പ് 1 മിനിറ്റ് ഇവിടെ ഇരിക്കുക, ഞാനിപ്പോൾ വരാം. അവർ പെട്ടെന്ന് പുറത്തേക്ക് പോയി. അവരെന്തിനാണ് പുറത്തേക്ക് പോയതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ ഒരു കുപ്പി മാസ എന്ന് പറയുന്ന ശീതളപാനീയമായിട്ട് വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജില്ല, പക്ഷേ ബിഷപ്പിന് എന്തെങ്കിലും നല്ലത് തരണമെന്ന് ആഗ്രഹിച്ച് ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ എപ്പോഴാണ് വരിക എന്നറിയാത്തത് കൊണ്ട് അടുത്ത വീട്ടിൽ ഫ്രിഡ്ജിൽ ഞാനിത് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ വലിയ ഗുരു വരും, ആ സമയത്ത് ഞാൻ വന്ന് ഇത് വാങ്ങിക്കും, അപ്പോൾ എനിക്ക് തരണമെന്ന് പറഞ്ഞിരുന്നു. അത് വാങ്ങിക്കാൻ പോയതാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഒരു കുപ്പി മാസ കൊണ്ടുവന്നു. വാസ്തവത്തിൽ എനിക്ക് ഷുഗറുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അവരോടത് പറഞ്ഞില്ല. വളരെ സന്തോഷപൂർവ്വം ഞാനത് വാങ്ങിച്ച് കുടിച്ചു. അത് കുടിച്ചപ്പോൾ എനിക്കുണ്ടായ ആ സന്തോഷം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണം കഴിക്കുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ വലിയ തൃപ്തിയാണ്. ഞാനത് സ്വീകരിച്ചപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. അവർ ഏകദേശം കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് എന്നോട് പിന്നീട് സംസാരിച്ചത്. ഈ അനുഭവം കൂടുതൽ ഗ്രാമങ്ങളിലേക്ക് പോകുവാനും കൂടുതൽ ഭവനങ്ങളിലേക്ക് പോകുവാനും എനിക്ക് വലിയ പ്രചോദനം നൽകിയിട്ടുണ്ട്. ആ ചേച്ചിയെ ഞാൻ ഇന്നും ഓർക്കുന്നു. അവർ എന്നോട് കാണിച്ച വലിയ ആ സ്നേഹം ഇന്നും ഓർക്കുന്നു. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു ചെറിയ മറക്കാനാവാത്ത അനുഭവം. പുതിയ രൂപതയായ ശംഷാബാദ് രൂപതയുടെ സാരഥ്യം ഏറ്റെടുക്കുമ്പോൾ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ശംഷാബാദ് രൂപതയുടെ സാഹചര്യം ആദിലാബാദ് രൂപതയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ശംഷാബാദ് രൂപത ഭൂപ്രദേശം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ രൂപതയാണ്. ഈ ഭൂപ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ കണക്കെടുത്താലും ഏറ്റവും വലിയ ജനവിഭാഗം ഉൾക്കൊള്ളുന്ന ഒരു രൂപതയാണ്. ഈ രൂപത അതിർത്തിക്കുള്ളിൽ സുവിശേഷം ഏറ്റവും കൂടുതൽ വ്യാപിപ്പിക്കുക എന്നതാണ് എൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യമായി തോന്നുന്നത്. അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് രൂപത കുടുംബം മുഴുവനുമായി നടത്തുന്ന ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ്. മെത്രാന്മാരും വൈദികരും സന്യസ്തരും അൽമാരും എല്ലാവരും ചേർന്ന് കൂട്ടായി നടത്തുന്ന ഒരു സുവിശേഷ പ്രവർത്തനം. രൂപത മുഴുവൻ ഒരു പ്രേക്ഷിത രൂപതയായി മാറണം. രൂപത മുഴുവൻ ചേർന്ന് പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഇടപെടണം. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചൊല്ലുന്ന മനോഹരമായൊരു പ്രാർത്ഥന ഈ രൂപതയിലെ ശുശ്രൂഷകളിലൂടെ നിറവേറണമെന്നാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഈ രൂപതയുടെ സാഹചര്യം വെച്ച് പറയുകയാണെങ്കിൽ ഈ രൂപതയ്ക്കുള്ളിൽ താമസിക്കുന്ന എല്ലാ ജനവും അറിയട്ടെ. അപ്പോൾ സുവിശേഷ വ്യാപ്തിയുടെ അടിസ്ഥാനത്തിൽ
സുവിശേഷം സ്വീകരിക്കുന്നവരുടെ അടിസ്ഥാനത്തിൽ ഈ രൂപത ഏറ്റവും വലിയ രൂപതയായി കാണണം എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അതിന് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ മാർഗം. കത്തോലിക്ക സഭ ഒരുപാട് വെല്ലുവിളികളിലൂടെയാണല്ലോ ഈ നാളുകളിൽ കടന്നു പോകുന്നത്. ഈ പ്രതികൂല സാഹചര്യത്തെ എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കും എന്നാണ് അങ്ങ് കരുതുന്നത്? കത്തോലിക്ക സഭയ്ക്ക് ഇന്ന് ധാരാളം വെല്ലുവിളികളും പ്രതിസന്ധികളും ഉണ്ട് എന്നത് വാസ്തവമാണ്. പക്ഷേ ഒരു ചെറിയ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു വലിയ ആകുലതയും ഭയവും ഉണ്ടാവുക. വാസ്തവത്തിൽ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും വെല്ലുവിളികളുണ്ടായിരുന്നു, പ്രതിസന്ധികളുണ്ടായിരുന്നു, ഭീഷണികളുണ്ടായിരുന്നു. നമ്മളൊരു ചെറിയ കാലഘട്ടത്തെക്കുറിച്ച് മാത്രം ഓർക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ആകുലത ഉണ്ടാകാം. പക്ഷേ ഈ പ്രതിസന്ധികൾക്കിടയിലൊക്കെ ഞാൻ ചിന്തിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വചനഭാഗമാണ്. ഈശോ വിശുദ്ധ പത്രോസിനോട് വളരെ വ്യക്തമായി പറഞ്ഞു, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും, നരകശക്തികൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. പ്രതിസന്ധികളുണ്ടാകാം, ബുദ്ധിമുട്ടുകളുണ്ടാകാം, പക്ഷെ കത്തോലിക്ക സഭ എന്നും നിലനിൽക്കും. ഒരു ശക്തിക്കും ഈ സഭയെ തകർക്കാനാവില്ല. കാരണം ഇത് ഈശോ സ്ഥാപിച്ച സഭയാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നത് ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്നാണ്. അപ്പോൾ അതിനു മുമ്പ് സഭ നിന്നു പോവുകയാണെങ്കിൽ, തകർന്നു പോവുകയാണെങ്കിൽ പിന്നെ ഈശോ ലോകാവസാനത്തോളം ഉണ്ടായിരിക്കും എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ ഈശോ ലോകാവസാനത്തോളം നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ലോകാവസാനത്തോളം സഭയുണ്ടായിരിക്കും. ഈ സഭ എന്നും നിലനിൽക്കും. ഈ സഭയ്ക്ക് താത്കാലികമായ പ്രതിസന്ധികളുണ്ടാകാം, ബുദ്ധിമുട്ടുകളുണ്ടാകാം. പക്ഷെ സഭ തീർച്ചയായും ഈ പ്രതിസന്ധികളെ അതിജീവിക്കും, ഈ പ്രതിസന്ധികളെ തരണം ചെയ്യും. ഓരോ കാലഘട്ടത്തിലും സംഭവിച്ചതുപോലെ സഭ കുതിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സഭയുടെ യഥാർത്ഥ ദൗത്യം സുവിശേഷ പ്രഘോഷണമാണല്ലോ. അതിൽ നിന്നും നാം വ്യതിചലിച്ചു പോകുന്നുണ്ടോ പിതാവേ? സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം സുവിശേഷം പ്രസംഗിക്കുക എന്നതാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ ഈശോ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. ഈശോയുടെ സ്വർഗാരോഹണത്തിന് തൊട്ട് മുൻപായിട്ട് ഈ ഭൂമിയിൽ ഏറ്റവും അവസാനമായി ഈശോ പറഞ്ഞ വാക്കുകളാണ് ഇവ. എന്ന് പറഞ്ഞാൽ ഈശോയുടെ അന്ത്യാഭിലാഷമാണത്. ഈ അന്ത്യാഭിലാഷമാണ് സഭയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ദൗത്യം. ഇതാണ് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. തീർച്ചയായും നാളിതുവരെ സഭ ഈ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. അല്ല എങ്കിൽ ഇന്ന് ഈ സഭ ഇതുപോലെ നിലനിൽക്കുകയല്ലോ. പക്ഷേ ചില സന്ദർഭങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ ഒരുപക്ഷെ സുവിശേഷ പ്രവർത്തനത്തിൽ നിന്ന് സഭയ്ക്ക് മാറ്റം വന്നിട്ടുണ്ടാകാം. പക്ഷെ ഒരിക്കലും സഭ അതിനെ തള്ളി പറഞ്ഞിട്ടില്ല. സുവിശേഷ പ്രവർത്തനമല്ല സഭയുടെ ലക്ഷ്യമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതാണ് സഭയുടെ ലക്ഷ്യം. പക്ഷെ പ്രവർത്തനത്തിൽ പ്രായോഗികമായി ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാകാം. ഇതിൽ നിന്ന് തിരിച്ച് സുവിശേഷത്തിലേക്ക് തിരിയുക, സുവിശേഷ പ്രവർത്തനത്തിലേക്ക് മടങ്ങുക, സുവിശേഷ പ്രവർത്തനം നടത്തുക എന്നത് തന്നെയാണ് സഭയ്ക്ക് ഈ പ്രതിസന്ധിയെ പരിഹരിക്കാനുള്ള മാർഗം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില പ്രദേശങ്ങളിൽ അതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും സഭയുടെ പൊതുവായ കാഴ്ചപ്പാടിൽ ഒരിക്കലും മാറ്റം വന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. സഭയുടെ ഔദ്യോഗിക പഠനങ്ങളിലും പരിശുദ്ധ മാർപ്പാപ്പന്മാരുടെ പഠനങ്ങളിലും ഒരിക്കലും സുവിശേഷം പ്രസംഗിക്കുക എന്ന ദൗത്യത്തിൽ നിന്ന് സഭ ഒരിക്കലും വ്യതിചലിച്ചിട്ടില്ല. എന്നാൽ പ്രായോഗികമായ തലത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. അതിനെ നമുക്ക് പരിഹരിച്ച് വീണ്ടും മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യുവജനങ്ങളെ സഭാവിശ്വാസത്തിലേക്ക് ചേർത്ത് നിർത്താൻ ഇപ്പോൾ കഴിയുന്നുണ്ടോ പിതാവേ? പലരും പലതരത്തിലുള്ള ആശങ്കകൾ പറയാറുണ്ട്. യുവജനങ്ങൾ വഴിമാറി പോകുന്നു, അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമകളാകുന്നു, അല്ലെങ്കിൽ മദ്യത്തിന് അടിമകളാകുന്നു, ദുശ്ശീലങ്ങളിൽ ചെന്നപ്പെടുന്നു, വിശ്വാസപരമായ കാര്യങ്ങളിൽ താല്പര്യമെടുക്കുന്നില്ല. ഒരു പരിധിവരെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, ഞാനൊരു യുവാവായിട്ട് കോളേജിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിലും അതിനുശേഷവും യുവാക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തെക്കാൾ അടിയുറച്ച വിശ്വാസമുള്ള യുവജനങ്ങളെ ഞാൻ ഇന്ന് കണ്ടിട്ടുണ്ട്. അന്ന് ഒരു പക്ഷേ മാതാപിതാക്കൾ പറഞ്ഞതിൻ്റെ പേരിലും അല്ലെങ്കിൽ സംവിധാനത്തിൻ്റെ സ്വാധീനത്തിൻ്റെ പേരിലും വിശ്വാസം കൊണ്ടു നടന്നവരാണെങ്കിൽ ഇന്നത്തെ യുവജനങ്ങൾ, വിശ്വാസത്തിൽ വളർന്ന യുവജനങ്ങൾ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ്, കാഴ്ചപ്പാടുകളുള്ളവരാണ്, സുവിശേഷത്തിന് വേണ്ടി ജീവിക്കാൻ താല്പര്യമുള്ളവരാണ്. അതുകൊണ്ട് യുവജനങ്ങൾ മുഴുവനുമായും വഴിവിട്ടുപോയെന്നോ കൈവിട്ടുപോയെന്നോ നമുക്ക് പറയാനാകില്ല. അതേസമയം കുറച്ച് പേർക്ക് ഭ്രംശം സംഭവിച്ചിട്ടുണ്ട്. ഈ കൂടെ നിൽക്കുന്ന യുവജനങ്ങളുടെ
സ്വാധീനത്താൽ അവരെയും അടുപ്പിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യുവജനങ്ങളെ സഭയോട് ചേർത്ത് നിർത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗം യുവജനങ്ങളെ തന്നെ ആശ്രയിക്കുക എന്നതാണ്. അവർക്ക് അതിന് കൂടുതൽ വഴിയുണ്ട്, സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിൽ സഭാതനയരെയും ഇവിടെയുള്ളവരും തമ്മിൽ ആത്മീയമായ പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ വൈദികനായിട്ടോ മെത്രാനായിട്ടോ ശുശ്രൂഷ ചെയ്തിട്ടില്ല. അതുകൊണ്ട് വളരെ അടുത്ത ഒരു അജപാലന പരിചയം എനിക്കില്ല. കുറച്ചൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പൊതുവായ കാര്യങ്ങളാണ് എനിക്കറിയാവുന്നത്. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഈ രണ്ട് സ്ഥലത്തുമുള്ള വിശ്വാസികളുടെ ആത്മീയ തലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്നാമതായിട്ട് ഈ പ്രദേശത്തുള്ള വിശ്വാസികൾക്ക് ദൈവാശ്രയം കൂടുതലാണ്. പലതരത്തിലുള്ള അനിശ്ചിതത്വങ്ങളും അരക്ഷിതാവസ്ഥയും നേരിടുന്നവരായതുകൊണ്ട് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുന്നു. കേരളത്തിലുള്ളവർ സ്വന്തം സ്ഥലത്തായതുകൊണ്ടും ചുറ്റും ബന്ധുക്കളും സുഹൃത്തുക്കളും വീട്ടുകാരും കൂട്ടുകാരും എല്ലാം ഉള്ളതുകൊണ്ടും ദൈവത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കൂടുതലായി ഇവിടെ ഉള്ളവർ ദൈവത്തിൽ ആശ്രയിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ചെറിയ വ്യത്യാസം എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്, മറ്റ് വിഭാഗങ്ങൾക്കിടയിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ, യേശുവിനെ അറിയാത്തവരുടെ ഇടയിൽ താമസിക്കുന്നത് തന്നെ ക്രിസ്തീയ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുവാനും ക്രിസ്തീയത മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള ഒരു താല്പര്യം ഇവിടെയുള്ളവർക്ക് കൂടുതൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒരുപാട് പേര് ചുറ്റുമുള്ളത് കൊണ്ട് അവർ ക്രിസ്ത്യാനികളായതുകൊണ്ടും അവർ ഒരേ വിഭാഗത്തിൽപ്പെടുന്നവരായതുകൊണ്ടും അങ്ങനെ ഒരു ആവശ്യം ഒരു പക്ഷേ ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ വ്യത്യസ്തമായ സാഹചര്യം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുന്ന കാര്യത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. കാൽനടയായി മറ്റ് സഞ്ചരിച്ച് മനുഷ്യർക്കൊപ്പം ക്രിസ്തു സ്നേഹത്തിനെ പ്രഘോഷിക്കുന്നതിൽ താല്പര്യം കാണിച്ച മുൻഗാമിയായ തട്ടിൽ പിതാവാണല്ലോ അങ്ങേക്ക് വഴി കാണിക്കുന്നത്. എന്താണ് തട്ടിൽ പിതാവിൽ നിന്നും അങ്ങ് സ്വീകരിച്ച മാതൃക? തട്ടിൽ പിതാവ് ശംഷാബാദ് രൂപതയുടെ ആദ്യത്തെ ഇടയനും ഇപ്പോഴത്തെ സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമാണ്. തട്ടിൽ പിതാവ് വളരെ ത്യാഗപൂർവമാണ് ശംഷാബാദ് രൂപതയെ കെട്ടിപ്പടുക്കാനായിട്ട് പരിശ്രമിച്ചത്. തട്ടിപിതാവിൻ്റെ ജീവിതത്തിൽ അനുകരിക്കാവുന്ന അനേകം ഗുണങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് തട്ടിൽ പിതാവിൻ്റെ ലളിത ജീവിതമാണ്. ഈ ലളിത ജീവിതം സ്വന്തം പുണ്യ അഭ്യാസത്തിന് വേണ്ടി മാത്രമല്ല തട്ടിൽ പിതാവ് കാത്തുസൂക്ഷിച്ചിരുന്നത്. ഈ ലളിത ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം മറ്റുള്ളവരുമായി ഇടപഴകുക എന്നതാണ്. വളരെ സ്വാതന്ത്ര്യത്തോടെ വളരെ ലളിതമായി മറ്റുള്ളവരോട് ഇടപഴകാൻ സാധിക്കുന്നതാണ് ലളിത ജീവിതത്തിൻ്റെ ലക്ഷ്യം. തട്ടിപിതാവിൻ്റെ ജീവിതത്തിൽ ഇത് വളരെ വ്യക്തമായിരുന്നു. ഈ രൂപതയിലും പുറത്തും പിതാവ് സഞ്ചരിച്ചിട്ടുള്ള എല്ലായിടത്തും വ്യക്തികളോട് വളരെ സ്വാതന്ത്ര്യത്തോടെ വളരെ ലളിതമായി ഇടപെടാൻ പിതാവിന് സാധിച്ചിരുന്നു. അത് വലിയൊരു മാതൃകയാണ് എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ തൃശ്ശൂർ അതിരൂപതയിൽ നിന്നും പറിച്ച് നടപ്പെട്ട ആളാണ് തട്ടിപിതാവ്. തൃശ്ശൂർ അതിരൂപതയുടെ സാഹചര്യവും പ്രേക്ഷിത സാഹചര്യവും വളരെ വ്യത്യസ്തമാണ്. എന്നിട്ടും വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ പ്രേക്ഷിത സാഹചര്യങ്ങളുമായി ഇടപെട്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടാക്കി പുതിയ ഒരു മേഖലയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ തട്ടിപിതാവിന് സാധിച്ചു എന്നത് വലിയ ഒരു കാര്യമായി ഞാൻ കരുതുന്നു. അപ്പോൾ സുവിശേഷ പ്രവർത്തനത്തോടുള്ള തട്ടിപിതാവിൻ്റെ വലിയ ആഭിമുഖ്യം, സഭയെ മറ്റു സ്ഥലങ്ങളിൽ സ്ഥാപിക്കുവാനുള്ള പിതാവിൻ്റെ തീവ്രമായ ആഗ്രഹം, ഇതൊക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വശത്ത് ലളിത ജീവിതം, മറുവശത്ത് സുവിശേഷ പ്രവർത്തനത്തോടുള്ള വലിയ ആഭിമുഖ്യവും മാതൃകയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ രൂപത ആ വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് ഞാൻ കരുതുന്നു. സാധാരണക്കാർക്ക് വേണ്ടി കല്ലും മണ്ണും ചുമന്ന് വീട് നിർമ്മിച്ച കഥകളും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്ന അനുഭവങ്ങളും മറ്റ് ധാരാളം കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് പിതാവെ സാധാരണക്കാരനായി ജീവിക്കാൻ ഒരു മെത്രാനായിട്ടും അങ്ങേ പ്രേരിപ്പിക്കുന്നത്? ആദ്യമായിട്ട് ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ, ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അതുകൊണ്ട് ഞാനൊരിക്കലും വന്ന വഴികളും ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളും മറക്കാറില്ല. ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കുക എന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ഒരു ലക്ഷ്യമാണ്. രണ്ടാമതായി മെത്രാൻ്റെ ഉത്തരവാദിത്വം ശുശ്രൂഷയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ 1 ലേഖനം 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ
സഹശ്രേഷ്ഠന്മാർക്ക് പത്രോസിലേക്ക് കൊടുക്കുന്ന ഉപദേശത്തിൻ്റെ ഭാഗമായിട്ട് പറയാറുണ്ട്, നിങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം ചുമത്തരുത്, സന്മാതൃക നൽകിക്കൊണ്ടാണ് ഈ ശുശ്രൂഷ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വാക്ക് എന്നെ എപ്പോഴും സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ ഈശോ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ശുശ്രൂഷ ചെയ്ത് സാധാരണക്കാരനായി ജീവിക്കുക എന്നതാണ് എൻ്റെ ദൗത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാനമായിട്ട് സുവിശേഷം പറയുന്നതനുസരിച്ച്, ഈശോയുടെ വിളിയുടെ രീതി അനുസരിച്ച് ഈശോ വിളിക്കുന്നത് വ്യക്തിപരമായ കഴിവ് കണ്ടിട്ടോ ശക്തി കണ്ടിട്ടോ അല്ല, ഈശോയുടെ ഇഷ്ടം കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ എൻ്റെ വ്യക്തിപരമായ കഴിവിൻ്റെ അടയാളമല്ല, മറിച്ച് കർത്താവ് എന്നോട് കാണിക്കുന്ന കാരുണ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നേക്കാൾ വിശുദ്ധിയുള്ളവരെയും എന്നേക്കാൾ ചിന്താശക്തിയുള്ളവരെയും ബുദ്ധിശക്തിയുള്ളവരെയും ആത്മാരുടെ ഇടയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് എൻ്റെ ശുശ്രൂഷയിൽ കവിഞ്ഞ് ഒരു മഹിമ എനിക്ക് അവകാശപ്പെടാനില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക്, ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് അവരിൽ ഒരുവനായി ജീവിച്ചുകൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യുക എന്നതാണ് എൻ്റെ ലക്ഷ്യമായിട്ട് ഞാൻ കരുതാറുള്ളത്. ദൈവവിളി കുറഞ്ഞു വരുന്നു. വൈദികരാകാനും കന്യാസ്ത്രീകളാകാനും ഇപ്പോഴത്തെ കുട്ടികൾക്ക് താല്പര്യം കുറഞ്ഞു വരുന്നു. ഈ അവസ്ഥയെ സഭയിൽ കുറെ കൂടെ ഊർജ്ജസ്വലമാക്കാൻ അങ്ങയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ദൈവവിളി കുറഞ്ഞു വരുന്നത് നമ്മെ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ ദൈവവിളി കുറയുന്ന സാഹചര്യത്തെക്കുറിച്ച് ഞാൻ എൻ്റെ പരിമിതമായ അനുഭവവും അറിവും ഉപയോഗിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ദൈവവിളിയുടെ ആ വ്യത്യസ്തത പലപ്പോഴും നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഈ ദൈവവിളി എന്നത് മറ്റു ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന ചിന്ത, കൂടുതൽ മറ്റ് ജീവിതവുമായിട്ട് അനുരൂപപ്പെടുന്ന രീതിയിൽ പരിശീലനം മുന്നോട്ട് പോയി, വൈദിക ജീവിതം മുന്നോട്ട് പോയി. അപ്പോൾ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കേണ്ട വൈദികരും സന്യസ്തരും ലോകത്തോട് കൂടുതൽ അനുരൂപപ്പെടാൻ പരിശ്രമിച്ചപ്പോൾ ലോകത്തു നിന്ന് നോക്കുന്നവർക്ക് അതിലൊരു വ്യത്യസ്തത കാണാൻ സാധിക്കാതെ പോയി, അല്ലെങ്കിൽ ഒരു വെല്ലുവിളി കാണാൻ സാധിക്കാതെ പോയി. നിങ്ങൾ എല്ലാ ദിവസവും കുർബാന ചെല്ലുന്നു, എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു, ഞങ്ങളും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, നിങ്ങൾ കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നു, ഞങ്ങളും കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നു. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തത എന്ന് യുവാക്കളും മറ്റുള്ളവരും ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ലോകത്തിൻ്റെ രീതികളിൽ നിന്ന് വ്യത്യസ്തമായൊരു ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ വൈദികരും സന്യസ്തരും ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വാസ്തവത്തിൽ ഇന്ന് ദൈവവിളി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ദൈവവിളി സ്വീകരിക്കുന്നവർ ആഗ്രഹിക്കുന്നത് കൂടുതൽ വെല്ലുവിളി നിറഞ്ഞ കഠിനമായ ജീവിത രീതികളാണ് എന്നത് പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ മിത്രമായിരിക്കുന്നവന് ദൈവത്തിൻ്റെ മിത്രമായിരിക്കാൻ സാധിക്കില്ല. ലോകത്തിൻ്റെ രീതികൾ അനുരൂപപ്പെടുന്നവന് ലോകത്തിൽ ജീവിക്കുന്നവരെ വെല്ലുവിളിക്കുവാനോ അവരെ സ്വാധീനിക്കുവാനോ അവരെ പ്രചോദിപ്പിക്കുവാനോ സാധിക്കില്ല. അപ്പോൾ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുക, ദൈവത്തിൻ്റെ വഴികളിലൂടെ കൂടുതൽ സഞ്ചരിക്കുക, എന്നിട്ട് ഒരു മാതൃകയായി, ഒരു വെല്ലുവിളിയായി, ഒരു സ്വാധീനമായി ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ദൈവവിളിയെ ആകർഷിക്കാനുള്ള മാർഗമെന്ന് ഞാൻ വ്യക്തിപരമായി കരുതുന്നു. സോഷ്യൽ മീഡിയ ഇന്ന് സമൂഹത്തെ വല്ലാതെ ഗ്രസിച്ചിരിക്കുന്നു. ഏത് കാര്യത്തിനും ആളുകൾ ആദ്യം നോക്കുന്നത് സോഷ്യൽ മീഡിയ എന്ത് പറയുന്നു എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതില്ലാതെ മുന്നോട്ട് നീങ്ങാൻ നമുക്കിനി സാധിക്കത്തില്ല. അങ്ങനെയെങ്കിൽ എന്താണ് സോഷ്യൽ മീഡിയ വഴി നമ്മുടെ സഭയെ നന്മയുടെ ഒരു മാധ്യമമായി മാറ്റാൻ അങ്ങേക്ക് സാധിക്കുന്നത്? സോഷ്യൽ മീഡിയ ഇന്ന് സമൂഹത്തിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സ്വാധീനത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനി സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു ജീവിത രീതിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ ആവാത്ത വിധം എത്തിക്കഴിഞ്ഞു. ഈ സോഷ്യൽ മീഡിയയെ നമ്മൾ പഴി പറയുന്നതിനേക്കാൾ ഉപരിയായി അതിനെ നന്മയുടെ മാർഗമാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഏക വഴി. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ മാധ്യമങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് പുതിയ അരിയോപ്പഗസ് ഈ മാധ്യമങ്ങളാണ്. പൗലോസ് ശ്ലീഹ അരിയോപ്പഗസിൽ പോയി അവിടുത്തെ സാഹചര്യം ഉപയോഗിച്ച് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുകയുണ്ടായി. അതുപോലെ സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ച്, മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഇന്ന് നമ്മൾ സുവിശേഷ പ്രവർത്തനം നടത്തണം. ഇന്ന് നമ്മുടെ മുമ്പിലുള്ള അരിയോപ്പഗസാണ് സോഷ്യൽ മീഡിയ എന്ന് അന്ന് മാർപ്പാപ്പ പറയുകയുണ്ടായി. പുരമുകളിൽ വിളിച്ചു പറയുക, മറ്റുള്ളവരെ അറിയിക്കുക എന്നത് നമ്മുടെ കടമയാണ്. വാസ്തവത്തിൽ
നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന സാഹചര്യങ്ങളെക്കാൾ വലിയ സാഹചര്യമാണ് സോഷ്യൽ മീഡിയ നമുക്ക് നൽകിയിരിക്കുന്നത്. വലിയ വഴികൾ തുറന്നിരിക്കുകയാണ്, വലിയ വേദികൾ തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് നന്മ കൊണ്ട് തിന്മയുടെ സ്വാധീനത്തെ ഇല്ലാതാക്കുക, സുവിശേഷ മൂല്യങ്ങൾ കൊണ്ട് മനുഷ്യനെ ഇല്ലാതാക്കുന്ന മൂല്യങ്ങളെ ചെറുത്തു നിൽക്കുക, സുവിശേഷ മൂല്യങ്ങൾ കൊണ്ട് ഈ സോഷ്യൽ മീഡിയയെ നിറയ്ക്കുക, സോഷ്യൽ മീഡിയയിലൂടെ സുവിശേഷ പ്രവർത്തനം നടത്തുക എന്നതായിരിക്കും നമുക്ക് അഭികാമ്യമായിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൗരോഹിത ജീവിതത്തെ അങ്ങേ സ്വാധീനിച്ച ഒരു അനുഭവം ഞങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാമോ പിതാവേ? പൗരോഹിത്യ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയത് ജനത്തോടുള്ള എൻ്റെ ബന്ധമാണ്. ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ആദിലാബാദ് രൂപതയിൽ മുൻനിരയിൽ നിൽക്കുന്ന പല ജനങ്ങളും കണ്ണീരോടെ കൈകൾ കൂപ്പി വായിക്കാൻ അറിയില്ല എങ്കിലും കാണാപ്പാടം പഠിച്ച പ്രാർത്ഥനകൾ ഭക്തിപൂർവം ചൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പലരും ദാരിദ്ര്യമുള്ളവരാണ്, രോഗങ്ങളുള്ളവരാണ്, പ്രതിസന്ധികളുള്ളവരാണ്. പക്ഷെ അവരുടെ വിശ്വാസം കൊണ്ട്, ദൈവത്തിലുള്ള ആശ്രയം കൊണ്ട് ദാരിദ്ര്യത്തെ അവർ തോൽപ്പിച്ചു, രോഗത്തെ അവർ മറികടന്നു, പ്രതിസന്ധികളെ അവർ അതിജീവിച്ചു. ഈ സാധാരണ ജനത്തിൻ്റെ വിശ്വാസം, അവരുടെ കണ്ണിലെ കണ്ണീര്, അവരുടെ മടിയിൽ വെച്ചിരിക്കുന്ന ബൈബിള്, അവർ ദൈവത്തിൽ ആശ്രയിക്കുന്ന രീതി, ഇതൊക്കെ എന്നെ വളരെയധികം പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് ഏറ്റവും പ്രചോദനം നൽകുന്നതും മാതൃക നൽകുന്നതും ഈ ദൈവജനത്തിൻ്റെ വലിയ വിശ്വാസമാണ്, അവരുടെ വലിയ ദൈവാശ്രയമാണ്. താങ്ക് യു പിതാവേ, അങ്ങയുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് തന്നതിന് സൺഡേ ഷാലോം ഓൺലൈൻ ന്യൂസിൻ്റെ പേരിലും എൻ്റെ പേരിലും പ്രാർത്ഥന, നന്ദി. വളരെ നന്ദി.